ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ക്ലാസ് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വരുന്ന പോർഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ ബേസിക്കായി പഠിച്ചുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചത് ബീമായിരുന്നു. അതുപോലെ ടൈപ്സ് ഓഫ് ബീംസ്, അതിൽ 6 ടൈപ്പ് ബീമുകൾ വരുന്നുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ്. നമ്മുടെ ബീമിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ലോഡ്സ്, അതിൽ വരുന്നതാണ് പോയിൻ്റ് ലോഡ്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതിൽ വരുന്നതാണ് UDL അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതുപോലെ യൂണിഫോംലി വാരിയിങ് ലോഡ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഫിഗേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിന് ബാക്കി വരുന്ന കുറച്ച് പോർഷൻസ് ആണ് നോക്കാനുള്ളത്. സോ നമ്മളിന്ന് നോക്കുന്നത് ഷിയർ ഫോഴ്സും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ്. എന്താണ് ഷിയർ ഫോഴ്സ്, അതുപോലെ എന്താണ് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റും ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫിഗറിൽ കാണാം, ജസ്റ്റ് ഒരു ബീമിൻ്റെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ റെഡ് ലൈൻ കാണുന്നത് നമ്മുടെ ഒരു ബീമാണ്. ഓക്കെ, ഈ റെഡ് ലൈന് ഒരു ബീമാണ്, ആ ബീം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീമിൻ്റെ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, അല്ലെങ്കിൽ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു SSB, സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതായത് ഈ രണ്ട് എൻഡുകളിലായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഈ ടൈപ്പ് ബീമിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബീമിൻ്റെ സെൻറ്ററിലായിട്ട് ഇവിടെ നോക്കുക, ഈ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ രണ്ട് എൻഡുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ രണ്ട് എൻഡുകൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബീമിൻ്റെ സെൻറ്ററിലായിട്ട് ഇപ്പോൾ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. ടോട്ടൽ ലെങ്ത്ത് 4 മീറ്ററാണ്, അതിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബീമിൻ്റെ സെൻറ്ററിലായിട്ട്, അതായത് ഈ ഒരു എൻഡിൽ നിന്ന് 2 മീറ്റർ ഇങ്ങോട്ടും ഈ ഒരു എൻഡിൽ നിന്ന് 2 മീറ്റർ ഇങ്ങോട്ട് എടുത്താൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡ് മോഷനിൽ ഒരു 10 കിലോ ന്യൂട്ടൺ ലോഡ് താഴേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ലോഡ് കൊടുത്തുള്ളത്. 10 കിലോ ന്യൂട്ടൺ ലോഡ് സെൻറ്ററിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് പറയാം, സിംപ്ലി സപ്പോർട്ടഡ് ബീം അറ്റ് പോയിൻ്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ അല്ലേ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻറ്ററിൽ അല്ലേ, പോയിൻ്റ് ലോഡ് അറ്റ് ദ സെൻറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ എന്താണ് ഷിയർ ഫോഴ്സ് എന്നും അതുപോലെ തന്നെ എന്താണ് ബെൻഡിങ് മൊമെൻറ്റ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ബീമിൻ്റെ സെൻറ്ററിലായിട്ട് 10 കിലോ ന്യൂട്ടൺ ലോഡ് താഴേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബീം എന്ത് ചെയ്യും, ആ 10 കിലോ ന്യൂട്ടൺ ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു 10 കിലോ ന്യൂട്ടൺ ലോഡ് നമ്മൾ ബീമിൻ്റെ മേലെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ആ ബീം ബ്രേക്കായി പോകുന്നില്ല അല്ലെങ്കിൽ ബെൻഡായി പോകുന്നില്ല. കാരണം എന്താണ്, അതിനൊരു റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഈ രണ്ട് എൻഡുകളിലുള്ള ഈ രണ്ട് സപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു 10 കിലോ ന്യൂട്ടൺ ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മേലെ നിന്ന് കൊടുക്കുന്ന ഈ ഒരു 10 കിലോ ന്യൂട്ടൺ ലോഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബീമിൻ്റെ രണ്ട് എൻഡിലുള്ള ഈ സപ്പോർട്ടുകൾ, ഈ ഒരു സപ്പോർട്ടും ഈ ഒരു സപ്പോർട്ട് എന്ത് ചെയ്യാണ്, റെസിസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ബീം അവിടെ തന്നെ നിൽക്കുന്നത്. എന്ത് ചെയ്യുന്നില്ല, താഴോട്ട് ആ ബീം നീങ്ങി പോകുന്നില്ല അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നില്ല. കാരണം ഈ രണ്ട് എൻഡുകളിലായിട്ടുള്ള സപ്പോർട്ട് കാരണമാണ്. അതായത് ഈ 10 കിലോ ന്യൂട്ടൺ എന്ത് ചെയ്യാണ്, ഈ കാണുന്ന രണ്ട് സപ്പോർട്ടുകൾ എന്ത് ചെയ്യാണ്, റെസിസ്റ്റ് ചെയ്യുകയാണ്. അതായത് റിയാക്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൊടുക്കുന്ന 10 കിലോ ന്യൂട്ടൺ എന്ത് ചെയ്യാണ്, ഈ ഒരു എൻഡിൽ 5 കിലോ ന്യൂട്ടൺ ആയിട്ട് എന്ത് ചെയ്യാണ്, റിയാക്ഷൻ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് അവിടെ സപ്പോർട്ടായി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, 5 കിലോ ന്യൂട്ടൺ ലോഡ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ ഒരു 5 കിലോ ന്യൂട്ടണും ഈ 5 കിലോ ന്യൂട്ടൺ എന്ത് ചെയ്യാണ്, മേലെ നിന്ന് വരുന്ന ഈ ഒരു 10 കിലോ ന്യൂട്ടനെ റെസിസ്റ്റ് ചെയ്യാണ്, അതിനെ റിയാക്ട് ചെയ്യാണ്. അതിനെ നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ഈ ബീമിൻ്റെ രണ്ട് എൻഡുകളിലായിട്ടുള്ള സപ്പോർട്ടുകൾ, ആ സപ്പോർട്ടുകളാണ് എന്ത് ചെയ്യുന്നത്, മേലോട്ട് 5 കിലോ ന്യൂട്ടണും അതുപോലെ മേലോട്ട് ഈ ഒരു എൻഡിൽ 5 കിലോ ന്യൂട്ടണും എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇനി ഷിയർ ഫോഴ്സ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സിൻ്റെ ചെറിയൊരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഷിയർ ഫോഴ്സ് ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഓഫ് എ ബീം. അപ്പോൾ ഇവിടെ ഡെഫിനേഷൻ എന്താണ് പറഞ്ഞത്, ഷിയർ ഫോഴ്സ് ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഓഫ് എ ബീം. ഇവിടെ നമ്മുടെ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ ജസ്റ്റ് ഒരു ഫിഗർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. നമ്മുടെ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമാണ്, അതിൻ്റെ രണ്ട് എൻഡുകളായി രണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ
ആ സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ മേലെ കുറേ ഫോഴ്സുകൾ അല്ലെങ്കിൽ ലോഡുകൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പോയിന്റിൽ ഒരു ലോഡ്, ഇവിടെ ഒരു ലോഡ്, അങ്ങനെ 4 ലോഡുകൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു UDL ലോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് UDL ഇവിടെ കാണാം. അതിൻ്റെ ഡയഗ്രാമാണ്, ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചുള്ളത്. അപ്പോൾ ഈ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ മേലെ ഈ 4 പോയിൻ്റ് ലോഡുകൾ അതുപോലെ തന്നെ ഒരു UDL കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾജിബ്രൈക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് അല്ലേ, ഓൾജിബ്രൈക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഓഫ് എ ബീം. ഇവിടെ ഒരു സെക്ഷൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്താണ് സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മുടെ ബീമാണ്. അപ്പോൾ ബീമിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ നമ്മൾ ജസ്റ്റ് ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ബീമിൽ ഫിഗറിൽ കാണുന്ന ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈൻസ് ഇവിടെ അങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ജസ്റ്റ് ഒരു സെക്ഷൻ നമ്മൾ റെഫറൻസ് ആയി എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സെക്ഷൻ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കോ അതുപോലെ റൈറ്റ് സൈഡിലോ ഉള്ള എല്ലാ ഫോഴ്സിൻ്റെയും ഓൾജിബ്രൈക് സമ്മിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഷിയർ ഫോഴ്സ് ഈസ് ദ ഓൾജിബ്രൈക് സം ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഓഫ് എ ബീം. അപ്പോൾ നമ്മൾ ഈ ഒരു ബീമിൽ ഇവിടെ സെക്ഷൻ കാണിച്ചുള്ളത് ഇവിടെയാണ്. ഈ ഒരു പോയിന്റിൽ ജസ്റ്റ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ റൈറ്റിലേക്കോ അതുപോലെ തന്നെ ലെഫ്റ്റിലോ ഉള്ള ടോട്ടൽ ഫോഴ്സുകളുടെ ഓൾജിബ്രൈക് സമ്മിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്കത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളിലേക്ക് വരാം. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമുണ്ട്, 2 എൻഡുകളായി സപ്പോർട്ടുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബീമിൽ നമുക്കറിയാം ഇവിടെ 10 kN ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബീമിൻ്റെ സെൻറ്ററിലായിട്ട് അല്ലേ ഒരു പോയിന്റിലോട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കുക, ഈ ഒരു 10 kN റെസിസ്റ്റ് ചെയ്യുന്ന 2 ഫോഴ്സുകളാണ് ഈ സപ്പോർട്ടുകൾ കൊടുക്കുന്നത്. അതായത് ആ 10 kN ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അതായത് കാരണം എന്താണ്, കറക്റ്റ് മിഡ് പോയിന്റിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു 5 kN, ഇത് ഇവിടെ ഒരു 5 kN എന്ത് ചെയ്യാണ്, അവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ആയിട്ട് ഈ 10 kN ലോഡിനെ റെസിസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് കാണാൻ നമുക്ക് കണ്ടെത്താം. നമുക്കിവിടെ ആദ്യം ജസ്റ്റ് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് പേര് കൊടുക്കുക. അതായത് ഈ ഒരു പോയിൻ്റ് നമുക്ക് പോയിൻ്റ് എ എന്ന് വിളിക്കാം, ഈ ഒരു പോയിൻ്റ് ബി എന്ന് വിളിക്കാം. അതുപോലെ ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന ഈ സെൻറ്റർ പോയിൻ്റ് അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് നമുക്ക് പോയിൻ്റ് സി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു, നമ്മുടെ ഈ ബീമിൻ്റെ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കോ ഉള്ള ടോട്ടൽ ഫോഴ്സിൻ്റെ ഓൾജിബ്രൈക് സമ്മിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബീമിൽ നമുക്കൊരു സെക്ഷൻ ലൈൻ വരയ്ക്കാം. ഓക്കെ, സെക്ഷൻ ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 4 മീറ്ററാണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത്ത് 4 മീറ്ററാണ്. ഈ ഒരു മിഡ് പോയിൻ്റ് വരുന്നത് 2 മീറ്ററിലാണ്. നമ്മൾ എന്ത് ചെയ്യാം, ഈ സെക്ഷൻ നമുക്കൊരു ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 1 മീറ്റർ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 1 മീറ്റർ മാറ്റി എന്ത് ചെയ്യുക, ഇവിടെ ഒരു സെക്ഷൻ ലൈൻ വരയ്ക്കാം. അതാണ് നമ്മൾ സെക്ഷൻ ലൈൻ വരച്ചത്. അതായത് നമുക്ക് സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, 1 മീറ്റർ ദൂരത്താണ് അല്ലെങ്കിൽ ഈ കാണുന്നതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ സെക്ഷൻ ലൈൻ എടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ ലൈൻ എടുത്തു. അതിൻ്റെ ആ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് 1 മീറ്റർ അല്ലെങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് 1 മീറ്ററാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഷിയർ ഫോഴ്സ് നമുക്ക് എങ്ങനെയാണ് എഴുതാനുള്ളത് നോക്കാം. അപ്പോൾ ഷിയർ ഫോഴ്സ് നമുക്ക് വേണമെങ്കിൽ ചുരുക്കിയിട്ട് SF എന്ന് എഴുതാം. ഷിയർ ഫോഴ്സ് SF. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 3 പോയിന്റുകൾ വരുന്നുണ്ട്. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. ഈ 3 പോയിന്റിലും വരുന്ന ഷിയർ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. അതായത് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ് എയിലുള്ള ഷിയർ ഫോഴ്സ് നമുക്ക് മെഷർ ചെയ്യാം. അതായത് ഷിയർ ഫോഴ്സ് അറ്റ് എ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുരുക്കി എഴുതുന്നുള്ളൂ. ഷിയർ ഫോഴ്സിൻ്റെ SF അറ്റ് പോയിന്റ് എ. ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് എ. ഓക്കെ, അപ്പോൾ നോക്കാം എങ്ങനെ എഴുതുന്നു നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് എ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സെക്ഷൻ വരച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ സെക്ഷൻ്റെ ലെഫ്റ്റിലേക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ സെക്ഷൻ്റെ ലെഫ്റ്റിലേക്കും അതുപോലെ റൈറ്റിലേക്കുള്ള ഫോഴ്സാണ് നമ്മൾ ടോട്ടൽ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഷിയർ ഫോഴ്സ് അറ്റ് എ എഴുതുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ ഫോഴ്സ് റൈറ്റ് സെക്ഷൻ എഴുതണം. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഷിയർ ഫോഴ്സാണ് നമ്മൾ ടോട്ടൽ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് എഴുതുക, ഷിയർ ഫോഴ്സ് റൈറ്റ് എഴുതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്.
അതായത് ഇപ്പോൾ ഈ ഒരു ബീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ഡൗൺവേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകളാണ് ഈ ഒരു 5 കിലോ ന്യൂട്ടണും ഈ ഒരു 5 കിലോ ന്യൂട്ടണും. അതായത് അത് അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഈ 10 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ് ഡയറക്ഷനിലും ഈ ഒരു 5 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു കോഡ് പഠിച്ചേക്കാനുണ്ട്. അതായത് ഇവിടെ ഒരു സൈൻ കൺവെൻഷൻ വരുന്നുണ്ട്. സൈൻ കൺവെൻഷൻ. ഓക്കെ, അപ്പോൾ ആ സൈൻ കൺവെൻഷൻ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ അപ്വേർഡ്, ഇവിടെ ഒരു ജസ്റ്റ് ഒരു സീക്രട്ട് കോഡാണ് റണ്ണ്. അതായത് റൺ ഉദ്ദേശിക്കുന്നത് റൈറ്റ് അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത്, റണ്ണിൻ്റെ റൈറ്റ് അപ്വേർഡ് ഫോഴ്സ് നെഗറ്റീവാണ് നമ്മൾ എടുക്കേണ്ടത്. റൈറ്റ് അപ്വേർഡ് ഫോഴ്സ്. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് അപ്വേർഡ് ഫോഴ്സ് വരുന്നത്? അപ്പോൾ നമ്മുടെ സെക്ഷനാണ്. സെക്ഷൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഈ സൈഡും ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ സൈഡുമാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ്റെ റൈറ്റിൽ വരുന്ന അപ്വേർഡ് ഫോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗറിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഫോഴ്സാണ് അല്ലേ. അതായത് ഈ വരുന്ന ആ 5 കിലോ ന്യൂട്ടൺ എന്താണ്, നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്വേർഡ് ഫോഴ്സ്, റൈറ്റ് അപ്വേർഡ് ഫോഴ്സ് നെഗറ്റീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, റൈറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ പോസിറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരൊറ്റ കോഡ് മാത്രം പഠിച്ചാൽ മതി, ഈ റൺ എന്നുള്ള കോഡ് മാത്രം പഠിച്ചാൽ മതി. റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ്. അപ്പോൾ റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ് ആണെങ്കിൽ റൈറ്റ് ഡൗൺവേർഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ലെഫ്റ്റ് ഡൗൺവേർഡ് എന്തായിരിക്കും, റൈറ്റ് ഡൗൺവേർഡ് പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് ഡൗൺവേർഡ് എന്തായിരിക്കും, നെഗറ്റീവ് എടുക്കുക. അതുപോലെ ലെഫ്റ്റ് അപ്വേർഡ് എന്തെടുക്കണം, പോസിറ്റീവ് എടുക്കണം. അതായത് ഇവിടെ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരിക, ഇവിടെ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരും, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരും. അപ്പോൾ നമ്മൾ സീക്രട്ട് കോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രിക്കാണ്, നമുക്ക് ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് റൺ എന്ന് കൊടുത്തുള്ളത്. ഓക്കെ, അതായത് റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ്, അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. നമ്മളത് റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ് കാണിക്കുക, അപ്പോൾ റൈറ്റ് ഡൗൺവേർഡ് പോസിറ്റീവ്. റൈറ്റ് അപ്വേർഡ് പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് ഡൗൺവേർഡ് നെഗറ്റീവ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് അപ്വേർഡ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈൻ കൺവെൻഷൻ്റെ കാര്യം ജസ്റ്റ് ഒരു സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് ഈ ഒരു കാര്യം എഴുതി വെക്കുക. റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ്, അതിൻ്റെ കൂടെ റൈറ്റ് ഡൗൺവേർഡ് പോസിറ്റീവ്, ലെഫ്റ്റ് ഡൗൺവേർഡ് നെഗറ്റീവ്, ലെഫ്റ്റ് അപ്വേർഡ് പോസിറ്റീവ്. അത്രയും കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ ഫോഴ്സുകളും ഇവിടെ എഴുതാൻ നോക്കാം. അപ്പോൾ ഷിയർ ഫോഴ്സ് റൈറ്റ് സെക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് അറ്റ് റൈറ്റ് നോക്കാം. അപ്പോൾ ഏതൊക്കെയുള്ളത്, ഇവിടെ ഡൗൺവേർഡ് ഫോഴ്സ് 10 കിലോ ന്യൂട്ടണും അപ്വേർഡ് ഫോഴ്സ് 5 കിലോ ന്യൂട്ടണും ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു അപ്വേർഡ് നെഗറ്റീവ് എടുക്കുക, ഡൗൺവേർഡ് പോസിറ്റീവ് എടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ് വരിക, ഷിയർ ഫോഴ്സ് റൈറ്റ് എന്ന് വരുന്നത് ഫസ്റ്റ് വരുന്നത് അപ്വേർഡ് -5 ഡൗൺവേർഡ് 10. ഓക്കെ, 10 പോസിറ്റീവ് 5 നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് എന്ത് കിട്ടും, ടോട്ടൽ 10 + -5 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 കിട്ടും. അപ്പോൾ 5 കിലോ ന്യൂട്ടണാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് അറ്റ് റൈറ്റ് വരുന്നത്. ഓക്കെ, നമുക്കതുപോലെ ഷിയർ ഫോഴ്സ് അറ്റ് ലെഫ്റ്റ് എഴുതാം. അപ്പോൾ ഏതൊക്കെ ഫോഴ്സാണ് ലെഫ്റ്റിൽ വരുന്നത്, നമ്മുടെ ഈ സെക്ഷൻ്റെ ലെഫ്റ്റിൽ വരുന്നത് ആകെ ഒരു അപ്വേർഡ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. അതായത് ഈ 5 കിലോ ന്യൂട്ടൺ മാത്രമേ ഉള്ളൂ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് അപ്വേർഡ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ്, ഷിയർ ഫോഴ്സ് ലെഫ്റ്റിൽ വരുന്നത് ഏതാണ്, പോസിറ്റീവ് 5 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൾജിബ്രൈക് സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഓഫ് എ ബീം. അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ റൈറ്റ് സൈഡിലുള്ളതും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളതുമായ ഫോഴ്സിൻ്റെ ആൾജിബ്രൈക് സമ്മിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഷിയർ ഫോഴ്സിനെ മനസ്സിലാക്കാനുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച്, ഒരു പ്രോബ്ലം വെച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുള്ളത്. ഓക്കെ, അതായത് ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ രണ്ട് എൻഡുകളിലായിട്ട് നമുക്കറിയാം സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ മിഡ് പോയിൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോയിൻറ്റിലോട് 10 കിലോ ന്യൂട്ടൺ വെച്ചുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചുള്ളത്. നമ്മൾ ഷിയർ ഫോഴ്സ് ലെഫ്റ്റും പഠിച്ചു, അതുപോലെ എങ്ങനെ എടുക്കേണ്ടതെന്ന് പഠിച്ചു.
അതുപോലെ ഷിയർ ഫോഴ്സ് അറ്റ് റൈറ്റും പഠിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടും 5 കിലോമീറ്ററാണ് നമുക്ക് കിട്ടിയുള്ളത് അല്ലേ. ഷിയർ ഫോഴ്സ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന 5 കിലോമീറ്ററാണ്, അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് റൈറ്റിൽ വരുന്നതും 5 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സൈൻ കൺവെൻഷനാണ്. അതിൻ്റെ ഒരു സീക്രട്ട് കോഡ് അല്ലെങ്കിൽ ഒരു ട്രിക്കാണ് നമ്മൾ ജസ്റ്റ് റൺ എന്ന് എഴുതിയുള്ളത്. റൺ എന്ന് പറഞ്ഞാൽ റൈറ്റ്, അപ്വാർഡ്, നെഗറ്റീവ്. അത് വെച്ച് എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു ഫോർമുല നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ബെൻഡിങ് മൊമെൻറ്റും എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡിസ്കഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എന്ത് ചെയ്യുക, ഷിയർ ഫോഴ്സ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.